ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത ഉദ്യതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 6 ജാനുവരി 2026, ഈ മാസത്തെ 6ാമത്തെ ദിവസം, ഈ വർഷത്തെയും 6ാമത്തെ ദിവസം, ചൊവ്വാഴ്ച. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ദനഹ പെരുന്നാൾ ആണ്. അതായത് കർത്താവിൻ്റെ മാമോദീസ പെരുന്നാൾ. കർത്താവിൻ്റെ മാമോദീസ പെരുന്നാളാണ് ദനഹ യാ ഉദയം എന്നറിയപ്പെടുന്നത്. ഈ പെരുന്നാൾ എപ്പിഫനി യാ വെളിപാട് എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും തിയോഫനി, അതായത് ദിവ്യ വെളിപാട് എന്നാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. തൃത്വത്തിൻ്റെ ഉദയമാണ് കർത്താവിൻ്റെ മാമോദീസ പെരുന്നാൾ. തൃത്വത്തിൻ്റെ ഉദയമാണ് കർത്താവിൻ്റെ മാമോദീസ പെരുന്നാൾ. യോഹന്നാൻ സ്നാപകന് ക്രിസ്തുവിനേക്കാൾ 6 മാസം മാത്രം പ്രായം കൂടുതലുണ്ട്. യേശു ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ജനം യോഹന്നാൻ സ്നാപകനെ കണ്ടിട്ട് ക്രിസ്തുവാണെന്ന് സംശയിക്കുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ സ്നാനം ഇതിനു വേണ്ടിയിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതായ ആ യോഹന്നാൻ തൻ്റെ സ്ഥാനം എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്നു. ക്രിസ്തുവിന്റെ സ്ഥാനം സ്വയം ഏറ്റെടുക്കുന്നതിന് ആധുനിക സുവിശേഷകർ ശ്രമിക്കുമെങ്കിലും യോഹന്നാൻ സ്നാപകൻ കൃത്യതയോടെ പറയുന്നു, എന്നേക്കാൾ ബലവാനായവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ ക്രിസ്തു അല്ല, ഞാൻ ഏലിയാവല്ല. ജനം വലിയ സ്ഥാനം നൽകുമ്പോൾ ഞാൻ ആ വ്യക്തിയല്ല. എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ എനിക്ക് മുമ്പനായ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ഉത്തമ മാതൃക. ലക്ഷ്യം കൃത്യമാണ്. അവൻ വളരണം, ഞാൻ കുറയണം. വിനയത്തിൻ്റെയും ഏൽപ്പിക്കപ്പെട്ട നിയോഗത്തിൻ്റെയും വിശ്വസ്ത മാതൃക യോഹന്നാൻ സ്നാപകനിൽ കാണുവാൻ കഴിയും. ന്യായവിധിയെ സംബന്ധിച്ചുള്ള ഒരു മുൻകുറിപ്പും യോഹന്നാൻ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാനിലൂടെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതായത് ലൂക്കോസ് 17 നിങ്ങൾ നോക്കുമ്പോൾ അത് ഒന്നുകൂടി വ്യക്തമാകും. ഹെരോദാവ് തൻ്റെ സഹോദരൻ ഫിലിപ്പിന്റെ ഭാര്യ ഹെരോദിയെ വിവാഹം കഴിച്ചിരുന്നു. ഫിലിപ്പ് ജീവിച്ചിരിക്കുമ്പോൾ ഹെരോദാവ് സ്വഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടുകയും ഹെരോദിയെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവിനോട് പറഞ്ഞിരുന്നു. സത്യം വിളിച്ചു പറയുന്നതിന് അസാമാന്യ ധൈര്യം വേണം. അത് ജീവിതം തന്നെ അപകടത്തിലാക്കുവാൻ സാധ്യതയുണ്ട്. സത്യത്തിനും അധാർമികതയ്ക്കും എതിരെയുള്ള പോരാട്ടമാണ് യോഹന്നാൻ സ്നാപകൻ ഹെരോദാവിനെതിരെ നടത്തിയത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സ്നാപകന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു എന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യേശു ക്രിസ്തു മാമോദീസ ഏൽക്കുന്നതിനായി വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ പ്രകാരം പറയുന്നു, എനിക്ക് അങ്ങയിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാൻ ആവശ്യമായിരിക്കെ അങ്ങ് എൻ്റെ അടുക്കൽ മാമോദീസ വാങ്ങുവാൻ വന്നിരിക്കുന്നുവോ? മറുപടിയായി യേശു പറയുന്നു, ഇപ്പോൾ സമ്മതിക്ക. ഇങ്ങനെ സകലനീതിയും നിവർത്തിക്കപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. യേശു സ്നാനമേറ്റതിനാൽ 7 കാര്യങ്ങൾ സ്പഷ്ടമാക്കപ്പെട്ടു എന്ന് ചരിത്രകാരന്മാർ നമ്മോട് പറയുന്നു. ഒന്നാമത്തത്, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയെ ദൃഢീകരിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തത്, യേശു ക്രിസ്തു പിതാവിനാലും ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് എടുത്തു പറയുന്നത് നമുക്ക് ആ ബൈബിൾ ഭാഗത്ത് കാണാം. പരിശുദ്ധ റൂഹായാലും സാക്ഷിക്കപ്പെട്ടു. അതായത് പരിശുദ്ധ റൂഹ പ്രാവെന്ന പോലെ യേശുവിന്മേൽ ഇറങ്ങി വന്നു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, സ്നാനമേൽക്കുന്ന ജനതയോടുകൂടെ യേശു താതാത്മ്യം പ്രാപിച്ചു. പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യനായതിനാലും മാമോദീസ രൂപമായ മരണത്താൽ തന്നോടുകൂടെ സംസ്കരിക്കപ്പെടേണ്ടതിനും ഇതാവശ്യമായിരുന്നു. നാലാമത്തേത്, സ്നാനമേൽക്കയാൽ യേശു ക്രിസ്തു തൻ്റെ മരണത്തെ മുൻകൂട്ടി സൂചിപ്പിച്ചു. അഞ്ചാമത്തേത്, സ്നാന ജലത്തിലേക്കിറങ്ങിയതിനാൽ സ്നാനജലത്തെ ശുദ്ധീകരിച്ചു. ആറാമത്തത്, അടിമനുഖത്തിൽ നിന്ന് ചെങ്കടൽ കടന്ന ജനത്തെ മോശ നയിച്ചതിനെ യേശു ദൃഷ്ടാന്തീകരിച്ചതായി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഏഴാമത്തേത് എന്ന് പറയുന്നത്, പാപത്താൽ ദൈവത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട
ഭൂമിക്ക് സ്വർഗം തുറന്നു കിട്ടിയതായിട്ട് ലൂക്കോസ് എവൻഗലിസ്റ്റ് സുവിശേഷം 3-ാം അധ്യായം 21 നാം കാണുന്നുണ്ട്. തൃത്വവിശ്വാസം സുറിയാനി സഭയുടെ ഒരു പ്രമാണമാണ്. വിശുദ്ധ കുർബാനയിൽ ധൂപക്കുറ്റി വാഴ്ത്തുന്ന സന്ദർഭം തൃത്വം വെളിപ്പെടുത്തുന്നതിൻ്റെ അഥവാ യേശു ക്രിസ്തുവിൻ്റെ സ്നാന സന്ദർഭത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത്. തൃത്വം എന്നത് പിതാവേ, പുത്രൻ, പരിശുദ്ധ റൂഹ എന്നീ ക്നൂമാകളെ ആളത്തത്വങ്ങളെ കാണിക്കുന്നു. ധനഹാ പെരുന്നാളിന്റെ ക്രമത്തിലെ എനിയോനോ, അതായത് പ്രതിസുത റൂഹ, വിമലതയിൽ 3 കുനുമായോർ ദാൻ നദി തന്നിൽ ഘോഷിതമായി എന്ന് വ്യക്തം. നാശത്തിന് കാരണമായ ജലം ജീവജലമായി തീർന്നു. ആരാമ്യനായ നയമാൻ യോർദാനിൽ കുളിച്ച് സൗഖ്യം പ്രാപിച്ചു. ഏലീശ മുഖാന്തരം ശുദ്ധമായി തീർന്ന എരിഹോയിലെ വെള്ളം 2 രാജാക്കന്മാർ 2:21-22 എന്നീ പഴയ നിയമ ദൃഷ്ടാന്തങ്ങൾ ധനഹാ പെരുന്നാളിലെ വെള്ളം വാഴ്വിന്റെ ശുശ്രൂഷയിൽ അനുസ്മരിക്കുന്നു. ധനഹാ പെരുന്നാളിൽ കൊനൂനോ യൗനോയെ താൻ കയ്യാൽ മെനയപ്പെട്ടോൻ ദുരാഗ്രഹ ബന്ധിതനായത് കണ്ടപ്പോൾ ഉടയോനവനെ താങ്ങി തോളിന്മേലേറ്റി യോർദാൻ നദിയിലെ മതിലവനുടെ മലിനത പോക്കി എന്ന പിതാക്കന്മാർ സ്പഷ്ടമാക്കിയിരിക്കുന്നതായി നമുക്കേവർക്കും അറിയാം. യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു എന്ന് കാണുന്നു. കർത്താവിൻ്റെ അതായത് രക്ഷിക്കുന്നതിനുള്ള ശക്തി പിതാവിൽ നിന്നാകുന്നു എന്ന് സ്പഷ്ടം. സ്വർഗം തുറന്നു എന്നതിനാൽ ദൈവം കോപം നീക്കിയെന്ന്, അതായത് രക്ഷാകര ദൗത്യം സമാരംഭിച്ചു എന്ന് പ്രാവ് നോഹയെ അറിയിച്ചതുപോലെ ക്രിസ്തു നമ്മെ ദൈവത്തോട് നിരപ്പാക്കിയെന്ന് പരിശുദ്ധാത്മാവ്, അതായത് പ്രാവിൻ്റെ രൂപത്തിൽ അറിയിച്ചിരിക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും. നാം ഓരോരുത്തരും ഇന്നത്തെ ഈ പരിശുദ്ധമായ ഈ കൂദാശയിൽ സംബന്ധിച്ചുകൊണ്ട് ധനഹാ പെരുന്നാളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും സമയം കണ്ടെത്തണമേ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ ധനഹായുടെ ശുശ്രൂഷയ്ക്ക് ശേഷമുള്ള വിശുദ്ധ എവൻഗലിയോൻ വിശുദ്ധ കുർബാനയിൽ എവൻഗലിയോൻ മേശയിൽ വായിക്കുവാൻ പോകുന്നത് ലൂക്കോസ് എവൻഗലിസ്റ്റ് സുവിശേഷം 3-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വേദഭാഗമാണ്. നാം ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.